ദേശീയപാതാ പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിന് ചുട്ട മറുപടിയുമായി മുഖ്യമന്ത്രി. നാഷണൽ ഹൈവേയിലെ നിർമ്മാണത്തിലെ പിഴവുകളിൽ കേരള പൊതുമരാമത്ത് വകുപ്പിന് പങ്കില്ല. നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രത്തിനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് LDF റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കേരളം നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം പ്രതിപക്ഷം നിന്നിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേശീയപാത നിർമ്മാണ പിഴവിൽ പോലും പ്രതിപക്ഷം കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. നാഷണൽ ഹൈവേയിലെ നിർമ്മാണത്തിലെ പിഴവുകളിൽ കേരള പൊതുമരാമത്ത് വകുപ്പിന് പങ്കില്ല. നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രത്തിനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് LDF റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDFിൻ്റെ പഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഇല്ല. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ. അപ്പോൾ ഇവരുടെ ചിലർ കുറ്റം പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഭൂമി ഏറ്റെടുത്ത് നൽകിയതിൽ ഈ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. കുറ്റപ്പെടുത്താൻ ചിലർക്ക് കിട്ടിയ അവസരം അവർ ഉപയോഗിക്കുന്നു. എല്ലാം പറയാം മഹത, എന്തും പറയാം വഷള എന്ന ചൊല്ലു പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ട്രോളി. ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാം മഹത, എന്തും പറയാം വഷളാന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 600 രൂപ ക്ഷേമ പെൻഷൻ രേഖയിൽ മാത്രമായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇടതുമുന്നണി ജനങ്ങൾക്കായി പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതിന്റെ കണക്കും പദ്ധതികളും എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. ഇനിയും ഈ പിന്തുണ വേണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഉറച്ച നിലപാടിന്റെ ശബ്ദമായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടത്. മന്ത്രിമാരായ KN ബാലഗോപാൽ, KB ഗണേഷ് കുമാർ, ചിഞ്ചുറാണി, S സുദേവൻ, PS സുബാൽ, MLA മാരായ M മുകേഷ്, M നൌഷാദ്, സുജിത് വിജയംപിള്ള, GS ജയലാൽ, ബെന്നി കക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.